Hi everyone, welcome to Services Management class. Today's topic, role of airways in the development of tourism. Travel is an important event of tourism. Aviation and air travel became a boon to international tourism. Saving of time, air travel experience and the revealing of status were the main reasons for the tourists to patronize aviation. So, mode of transport is one of the important components of tourism. So, there are different modes of transport, and one among them is air transport. In recent times, people are using more air travel. കാരണം എന്താണ്? സേവിങ് ഓഫ് ടൈം ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എയർ ട്രാവൽ ആൻഡ് മേ ബി റിവീലിംഗ് ഓഫ് സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾ തന്നെ മാറുകയാണ്. അല്ലെങ്കിൽ ഓക്കെ ടൂറ് അല്ലെങ്കിൽ വിസിറ്റിന് പോകുന്നത് എയർവേസിലൂടെയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിലാണെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡൽ എയർലൈൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആക്ടിവിറ്റി എസെൻഷ്യൽ ടു ദി ലൈഫ് ഓഫ് നേഷൻസ് because of its direct effect on social, cultural, education and economic sector of national societies and their international relations. Its development is linked to the social and economic development of nations. Air transport in India is under the purview of Department of Civil Aviation, a part of India's Ministry of Civil Aviation and Tourism. The aviation administration played a major role in the promotion of tourism and tourist industries because majority of tourists everywhere traveled by air on the international as well as domestic sector. സോ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആണെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ടാണ്. ഇന്ത്യയിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷനാണ്. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് ടൂറിസം. In order to attract a constant flow of tourists to this country, Air India and the private carriers had introduced special discount fares. The new youth fares also helped to release the untapped potential that existed in this sector. സോ സിവിൽ ഏവിയേഷൻ്റെ കീഴിൽ എയർ ഇന്ത്യ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട്. ഈ എല്ലാത്തരം കാരിയേഴ്സും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ഫെയേഴ്സും അങ്ങനെ പലതരത്തിൽ ആ കോമ്പറ്റീഷനിൽ അട്രാക്റ്റീവായിട്ടുള്ള ഫെയേഴ്സ് നൽകിക്കൊണ്ട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. Studies in the field demonstrate that youth travel was increasing quite rapidly in the world. To cater to the needs of all age groups, the airlines have introduced special group fare schemes. These schemes or devices have enabled the airlines to increase their net revenues and also to help in the promotion of tourism and tourist trades in all parts of the country. സോ മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ എസ്പെഷ്യലി യൂത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ഫെയർ സ്കീംസും അതുപോലെ തന്നെ യൂത്ത് ഫെയർ സ്കീംസ് അങ്ങനെ പലതരത്തിലുള്ള ഡിസ്കൗണ്ട് ഫെയറുകൾ നൽകിക്കൊണ്ട് ആൾക്കാരെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ആൾമോസ്റ്റ് 100% എന്ന് തന്നെ പറയാൻ പറ്റും. അവർ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ അത് എയർലൈൻസിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു കൺസിഡറബിൾ പോർഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
That is the importance of airlines in the development of tourism. Thank you.